എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് റവറർ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. സൈഫുന്നിസ ചേരുന്നുണ്ട് വിശേഷങ്ങളുമായി. സൈഫുന്നിസ, കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് അങ്ങ് ബ്രോഡ്വേയിൽ നിന്ന് ക്രിസ്മസ് വൈബൊക്കെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ച സൈഫുന്നിസ ഇതാ ഇപ്പോൾ ദേവാലയത്തിന് മുന്നിലാണ്. എന്താണ്, കളർഫുൾ ആണോ ക്രിസ്മസ്? പക്ഷേ നമ്മൾ ക്രിസ്മസിൻ്റെ ഓരോ വൈബും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് എന്ന് റോഷിനിക്ക് മനസ്സിലായില്ലേ. ഞാനിപ്പോൾ ഉള്ളത് വരാപ്പുഴ അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിലാണ്. ഇവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ പൊടിപൊടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വിശ്വാസികളെല്ലാവരും തന്നെ. ഇവിടെ ഈ പള്ളിമുറ്റത്ത് വിശ്വാസികളെല്ലാം തന്നെ തടിച്ചു കൂടിയിരിക്കുകയാണ്. അകത്ത് പ്രാർത്ഥനാ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. ആദ്യം തന്നെ പ്രദക്ഷിണമാണ് വരിക. ഈ പ്രദക്ഷിണത്തിന് ആയി പ്രത്യേകം വിശ്വാസികളെല്ലാം തന്നെ ഇപ്പോൾ നേരെ മുൻപിലുള്ള അരമനയിൽ, ഈ വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിൻ്റെ കാര്യാലയമായ അരമനയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ആർച്ച് ബിഷപ്പിനെ സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിക്കും. ഇവിടെയാണ് അതിനുശേഷം പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുക. റവറർ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് പതിവ് പോലെ ഇത്തവണയും ഈ ലത്തീൻ അതിരൂപതയുടെ ആസ്ഥാന ദേവാലയത്തിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത്. കരൾ ഗാനങ്ങൾ അല്പസമയം മുമ്പ് പൂർത്തിയായി. ഇനിയുള്ളത് പ്രാർത്ഥനകളാണ്. ഏകദേശം 1 മണിക്കൂറോളം നീളുന്ന പ്രാർത്ഥനകളാകും. 12 മണിയോടെ കൃത്യം തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് തുടക്കമാകും. 12:30 അതും അവസാനിക്കും. നമുക്ക് ലത്തീൻ സഭയുടെ പ്രാർത്ഥനകൾ അധിക സമയം നീളുന്നതല്ല എങ്കിൽ പോലും എല്ലാവരും തന്നെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി പള്ളിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പള്ളിയുടെ അകത്ത് ഇരിപ്പിടത്തിൽ തന്നെ ഒരുപാട് പേർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 12 മണിയോടുകൂടി തന്നെ 11:30 ചടങ്ങുകൾ ആരംഭിക്കും. പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കും. 12 മണിയോടുകൂടി ഈ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി പ്രാർത്ഥനകൾക്ക് തുടക്കമാകും. പ്രദക്ഷിണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. നമുക്കറിയാം, ഏറെ ദിവസങ്ങൾ നീണ്ട വ്രതത്തിനും ഒപ്പം തന്നെ പ്രാർത്ഥനകൾക്കും ഒടുവിലാണ് ഉണ്ണിയേശുവിൻ്റെ ഈ ജന്മനാൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ആഘോഷമാക്കാനുള്ള വീടുകളിൽ ഭക്ഷണം തയ്യാറാക്കിയും ഒപ്പം തന്നെ പുൽക്കൂടൊരുക്കിയും സ്റ്റാർ തൂക്കിയൊക്കെ ആളുകളെല്ലാം തന്നെ അത്തരം ആഘോഷങ്ങളിലെല്ലാം പങ്കുചേർന്ന് കഴിഞ്ഞു. ഇപ്പോൾ ഇനിയുള്ളത് പള്ളിയിൽ ഈ പ്രാർത്ഥനയാണ്. പാതിരാ കുർബാനയുടെ കൂടി ഭാഗമായി കഴിഞ്ഞാൽ പൂർണ്ണമായും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാമെന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നാളെ മുഴുവൻ, പകൽ മുഴുവൻ നീളുന്നത് ഈ ആഘോഷങ്ങളാണ്. ഒപ്പം തന്നെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും എല്ലാം നടക്കും. എന്തായാലും പാതിരാ കുർബാനയുടെ ഭാഗമാകുന്നതോടുകൂടി ക്രിസ്മസിനെ വരവേൽക്കുക എന്നുള്ള ഒരു കർമ്മം പൂർത്തിയാകുമെന്നുള്ളതാണ് വിശ്വാസം. അതിനായി തന്നെയാണ് എല്ലാവരും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആർച്ച് ബിഷപ്പ് ഈ പള്ളിയിലേക്ക് എത്തും. പള്ളിയിലേക്ക് എത്തിയാൽ തന്നെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ തുടങ്ങുകയും ചെയ്യും. റോഷ്നി, സൈഫുന്നിസ, ഈ ചുവപ്പ് നിറത്തിൽ കുളിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നത്, ക്രിസ്മസ് വൈബിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ പുൽക്കൂട്, നക്ഷത്രം, വെളിച്ചം, സ്വാദിഷ്ടമുള്ള ഭക്ഷണ വിഭവങ്ങളെല്ലാം ഇങ്ങനെ മുന്നിൽ അണിനിരക്കുന്നത് ക്രിസ്മസ് പാപ്പ. ഈ സൈഫുന്നിസ ഇതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഇതിൽ ഏത് ഘടകമാണ്? എന്നെ പുൽക്കൂടാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. കാരണം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഈ മഞ്ഞുകാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു പച്ചപ്പൊക്കെ കുറയൂല പുല്ലിൻ്റെ. പിന്നീടൊരു കളറൊക്കെ മാറി തുടങ്ങും. അപ്പോൾ ആ പുല്ല് പറിച്ചു കൊണ്ടുവന്ന് അത് ഇപ്പോഴത്തെ പോലെ റെഡിമെയ്ഡ് പുൽക്കൂടൊന്നും അല്ലല്ലോ അന്ന് ഉണ്ടാക്കുന്നത്. അന്ന് കുട്ടികൾ ഉണ്ടാക്കുന്നത് ഈ പുല്ല്, ഈ ഉണങ്ങി തുടങ്ങിയ പുല്ലുകൾ പറിച്ചു കൊണ്ടുവന്ന് അവിടെ പുൽക്കൂടുണ്ടാക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ചെറുപ്പകാലം മുഴുവൻ ഈ പുൽക്കൂട് ഉണ്ടാക്കുന്നതിലൊക്കെ സജീവമായിരുന്നതുകൊണ്ട് തന്നെ പുൽക്കൂടാണ് എന്നും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ മോഹിപ്പിക്കുന്ന ഒരു കാര്യം. ഭക്ഷണമൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതല്ലേ, പക്ഷേ ഈ പുൽക്കൂടും സ്റ്റാറും വെളിച്ചവും എല്ലാം തന്നെ അന്ന് മാത്രം നമുക്ക് കാണാനും ഒരുക്കാനും ഒക്കെ അവസരം കിട്ടുന്നതാണ്. വർഷത്തിലൊരിക്കലാണ്. അതുകൊണ്ട് തന്നെ പുൽക്കൂടാണ് എന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മോഹിപ്പിക്കുന്നത്. അത് ഉണ്ടാക്കാനുള്ളൊരു ഇഷ്ടമാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ജോലി തിരക്കുകളിലും ഒപ്പം തന്നെ മറ്റൊക്കെയായി നമുക്ക് സാധിക്കുന്നില്ല. എൻ്റെ മകൻ കുറേ ദിവസമായി പറയുന്നു നമുക്ക് സ്റ്റാർ തൂക്കണ്ടേ, പുൽക്കൂട് ഒരുക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനും സാധ്യമായിട്ടില്ല ഇതുവരെ. എന്തായാലും ന്യൂ ഇയർ ആകുന്നതിന് മുമ്പ് ഇതെല്ലാം ഒരുക്കണമെന്നാണ് ആഗ്രഹം. ശരി സൈഫുന്നിസ, ഹാപ്പി ക്രിസ്മസ്.